ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, ലുലു മാളിൽ പോയിട്ടൊരു ബൈക്ക് എടുത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ ഗസ് ചെയ്തത് ഹയാബുസയാണ്. പക്ഷേ ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ എടുത്തത് ഡുക്കാറ്റിയുടെ ഒരു ബൈക്കാണ്. ഇത് ഡുക്കാറ്റി സൂപ്പർ നേക്കഡ് എസ് എന്ന് പറയുന്നൊരു ബൈക്കാണിത്. പക്ഷേ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കിനും സ്ട്രീറ്റ് ഫൈറ്റർ 1098 എസ് എന്ന് പറഞ്ഞൊരു ബൈക്കായിട്ടാണ് കാണിച്ചത്. കാരണം ഈ ഒരു നെയിം ഞാൻ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ അധികം ഫോട്ടോസൊന്നും കാണിച്ചില്ല. ഇതൊരു മൈസ്ട്രോ ബ്രാൻഡിൻ്റെയാണ്. 1/12 സ്കെയിൽ വരുന്ന ഡൈകാസ്റ്റ് മെറ്റലിനെ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡുക്കാറ്റിയുടെ ലോഗോ കാണാം. വേറെ ബോക്സിൽ അധികം അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. ഇത് ഇങ്ങനത്തെ ഒരു ബോർഡിൻ്റെ അകത്താണ് വരുന്നത്. ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡുക്കാറ്റി സൂപ്പർ നേക്കഡ് എസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് അൺസ്ക്രൂ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ബൈക്ക് നമ്മൾ അൺസ്ക്രൂ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബൈക്ക് മേടിക്കുന്നത്. സത്യത്തിൽ ഞാനൊരു ഡൈകാസ്റ്റ് കാറ് മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫുള്ളി ജീവാഗൺ ഇരിക്കുന്നതുകൊണ്ട് വേറൊരു കാറും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് മേടിച്ചു വന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ഒരു ബൈക്ക് അൺബോക്സ് ചെയ്യുന്നതും ഞാൻ സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിക്കുന്നതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് വെച്ചിട്ട് ഞാൻ നോക്കിയായിരുന്നു. എക്സാക്റ്റ് വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ചെറിയ ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഡെമ്മി സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചെയിന് കാര്യങ്ങളൊക്കെ ഇത് ലൈസൻസ് പ്രോഡക്റ്റാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡുക്കാറ്റി എന്നൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ എഞ്ചിൻ്റെ ഇവിടെയും ഡുക്കാറ്റിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് സൂപ്പർ നേക്കഡ് എസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഏതാണ് ശരിക്കും ബൈക്ക് എന്ന് വെച്ചാൽ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ബൈക്കിനെ പറ്റി അത്ര വലിയ ധാരണയോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ മെറ്റൽ വരുന്നത്, ഡൈകാസ്റ്റ് മെറ്റലിനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 95% അല്ലെങ്കിൽ 98% ഫുള്ളി പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഈ റിയർ വീലും ഫ്രണ്ട് വീലും വരുന്നത്, ടയറും വരുന്നത് റബ്ബറിലാണ് വരുന്നത്. ബാക്കി ഈ ഡിസ്കെല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റും. ചിലതിനൊന്നും അങ്ങനെ സ്റ്റാൻഡൊന്നും വർക്ക് ചെയ്യാറില്ല. ഇതൊരു 1/12 സ്കെയിൽ വരുന്ന മോഡലാണ്. മൈസ്ട്രോ ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ മൈസ്ട്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും ഇതൊക്കെ ഗ്ലാസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ നോക്കിയാലും ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ ഒരു പെയിൻറ്റ് പരിപാടിയാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഗ്ലാസ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പെട്രോൾ ടാങ്കിന് അങ്ങോട്ട് വരുമ്പോഴാണ് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ കീ ഇടാനുള്ള കീ ഹോൾ വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാപ്പാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി ഡീറ്റെയിലിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് കൂടുതലും ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഫുള്ള് റെഡാണ്, ബൈക്ക് ഉൾപ്പെടെ. കാറും ഈ ഇടയ്ക്കെല്ലാം അൺബോക്സ് ചെയ്തത് റെഡാണ്. പിന്നെ ഇതിനകത്തുള്ളത് ഇവിടെ ഷോക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ വെച്ചത് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളി ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ മൈസ്ട്രോ എന്നൊക്കെ ഒന്ന് കൊടുത്തിട്ടുള്ളത്. മൈസ്ട്രോ മെയ്ഡ് ഇൻ ചൈന. എല്ലാ സാധനവും മെയ്ഡ് ഇൻ ചൈനയാണ്. നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഡുക്കാറ്റി സൂപ്പർ നേക്കഡ് എസിൻ്റെ വിശേഷങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബൈക്ക് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നൊരു ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു എസ് പറഞ്ഞാൽ ഈ കളക്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതായത് ബൈക്കിൻ്റെ കളക്ഷനുമായിട്ട്. കാർ നമ്മൾ എന്തായാലും മേടിക്കും, അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈക്കിൻ്റെ കളക്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. നിങ്ങളൊരു നോ പറഞ്ഞത് സാധാരണ ദിവസം പോലെ മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങളുടെ ഒരു എസ് എല്ലാം മാറ്റിമറിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് കാശും പോയി കിട്ടും. വെറുതെ പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ബൈക്ക് നമ്മൾ അൺബോക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഏത് ബൈക്ക് പറഞ്ഞാലും മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ബൈക്ക് അൺബോക്സ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം. കാരണം ഞാൻ കുറച്ചുകൂടെ എനിക്കിഷ്ടം കാറുകളാണ്. അപ്പോൾ ഏത് ബൈക്ക് വേണമെന്ന് പറയുക, നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ പോർഷയുടെ 911 GT3 എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള സമയപരിമിതി കാരണമാണ് ഞാനത് ചെയ്യാത്തത്. ഇതിൻ്റെ തൊട്ട് പുറകെ ആ വീഡിയോ വരുന്നതായിരിക്കും. Okay, bye.